ഹലോ ഫ്രണ്ട്സ്, മുക്താറാണ്. 1 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു 3 ഷോറൂമുള്ള ഒരു യാർഡാണ് ഫ്ലൈ വീൽ വരുന്നത്. വശത്ത് തന്നെ ടാക്സി വരുന്നുണ്ട്. ടാക്സി മാത്രമുള്ളത്. ഇവിടേക്ക് വന്നപ്പോണ്ട് ഫ്ലൈ വീലിന്റെ പുതിയൊരു ഷോറൂമാണ്. ഇവിടേക്ക് വന്നപ്പോണ്ട് ഈ ഒരു കിയ സോണറ്റ് അല്ലെ, കിയ സോണറ്റ് 2023 HTK പ്ലസ് 1.2 ഒരു 9,000 കിലോമീറ്റർ ഓടിച്ച ഈ കിയ സോണറ്റിന്റെ വണ്ടി നിങ്ങൾക്ക് തരാൻ പോകുന്നത് എത്ര കൊടുക്കാം? 8,75,000 രൂപ. 8,75,000 രൂപയ്ക്ക് 9,000 കിലോമീറ്റർ. അതായത് ടോപ്പിന്റെ വേരിയന്റ് ആണ്, ഫുൾ ഓപ്ഷൻ ആണ്. മറ്റേ ഇത് കിയ ഫുൾ പുതിയൊരു വണ്ടി എടുക്കുകയാണെങ്കിൽ 14 ലക്ഷം രൂപ, 14 രൂപ ഓൺ ദ റോഡ് വരുന്ന സാധനമാണ് 8.75 തരാൻ പോകുന്നത്. 9,000 കിലോമീറ്റർ, ആക്സിഡന്റോ റീപ്ലേസ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളൊക്കെ പക്കയാണ്, പക്ക വണ്ടിയാണ്. എത്ര ലോൺ കൊടുക്കാം? എത്ര ലോൺ കൊടുക്കാം? ഇതൊക്കെ നമുക്ക് മാക്സിമം ഫുൾ ലോൺ കയറണം. ഫുൾ ലോൺ തന്നെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി കിയ സോണറ്റ് ആണ് വരുന്നത്. നല്ല കവർ വരെ മര്യാദക്ക് കഴിക്കാത്തൊരു വണ്ടി അല്ലെ. 10,000 കിലോമീറ്റർ തേച്ച് ഓടിയിട്ടില്ല. 10,000 കിലോമീറ്റർ തേച്ച് ഓടിയിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ സ്കോഡന്റെ കുഷാക്ക് വരുന്നുണ്ട്. 2022 മോഡലാണ് കുഷാക്ക് വരുന്നത്. ഏതാ ഓപ്ഷൻ വരുന്നത്? ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതും ഇതേപോലെ തന്നെ ഒരു 8.35 കൊടുക്കുക. എന്താ പറ്റിയത്? ഇപ്പൊ റേറ്റ് ഒക്കെ മാക്സിമം വില കുറച്ചിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ്. 39,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. റീപ്ലേസ് എന്താണോ? ഇല്ല, റീപ്ലേസ് സിംഗിൾ ഓണർഷിപ്പ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. എത്ര ലോൺ കയറും ഇതിന്? നമുക്കൊരു 8 രൂപ റേഞ്ച് ലോൺ എന്തായാലും കയറും. ഓക്കെ, ഒരു 30,000 രൂപ ഉണ്ടെങ്കിൽ സ്കോഡ കുഷാക്ക് സുഖമായിട്ട് ഇവിടെ നടക്കാം. ഫുൾ ലോൺ. ഡീസലോ പെട്രോളോ? ഇത് പെട്രോൾ. എത്ര മൈലേജ് കിട്ടും? ഇതൊക്കെ ആകുമ്പോൾ ഒരു 10-12 ഒക്കെ പ്രതീക്ഷിച്ചാൽ മതി. ആ സുഖിയന്റെ വണ്ടിയൊക്കെ ആ ലെവലിൽ പ്രതീക്ഷിച്ചാൽ മതി. ഹോണ്ട സിറ്റി വരുന്നുണ്ട്. ഏതാ മോഡൽ വരുന്നത്? 2017 മോഡൽ. റിയാണോ കേരള? ഒറിജിനൽ കേരള വണ്ടി. 63,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഇതും ടോപ്പ് വേരിയന്റ് തന്നെയാണ്. ഡീസൽ അല്ല വരുന്നത്? ഇത് പെട്രോൾ. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇതാകുമ്പോ നമുക്ക് ഒരു 6 രൂപ കൊടുത്തേക്കാം. 6 ലക്ഷം രൂപയ്ക്ക് മാക്സിമം ലോൺ ചെയ്തു. മാക്സിമം 6 രൂപ വരെയൊക്കെ ലോൺ കയറും. ഓക്കെ. ഞാൻ അതേപോലെ തന്നെ ഡിസയർ വരുന്നുണ്ട്. ഡിസയർ ഏതാ മോഡൽ വരുന്നത്? ഡിസയർ അത് 2017 വീഡിയോ ആണ്. 2017 ഡീസൽ. ഓൺഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്ററോ? സിംഗിൾ അല്ലേ, സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്റർ 1 ലക്ഷം കിലോമീറ്റർ കമ്പനി സർവീസ് ആണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്ക് ഒരു 5.85 കൊടുക്കാം. 5,85,000 മാക്സിമം ലോൺ ചെയ്തു കൊടുക്കാം. മേജർ സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ നടക്കുന്ന വണ്ടിയാണ്. 2012 ആണോ? ഇത് 2015. അപ്പുറത്ത് കിടക്കണ 2013. 2015 ഡീസൽ പെട്രോളോ? ഡീസൽ വണ്ടി. ഓൺഷിപ്പ് ഇതും സെക്കൻഡ് ഓണർ വണ്ടിയാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ 2 ലക്ഷം കിലോമീറ്റർ. റീപ്ലേസ് എന്താണോ? റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ എത്ര? ഇതാകുമ്പോൾ 4.85 ഫുൾ ലോൺ ഇട്ട് കൊടുക്കും. 4.85 ഫുൾ ലോൺ. 4.85 4.55 ഫുൾ ലോൺ ഇട്ട് കൊടുക്കുക. 2013 ഇറക്കിയ ഡീസൽ ആണോ? ഇതും ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. ഏതാ മോഡല്? ഇത് 2013. ഓൺഷിപ്പ്. ഇതും സെക്കൻഡ് ഓണർ വണ്ടി. റീപ്ലേസ് എന്താണോ? റീപ്ലേസോ ലാസ്റ്റ് ഫൈനൽ എത്ര? ഇതാകുമ്പോൾ 4.35 കൊടുക്കും. 4.35 2013 ഇറക്കിയ വരുന്നുണ്ട്. അമേസ് ഏതാ മോഡല്? അമേസ് 2019 ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി എസ് വേരിയന്റ് തന്നെയാണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 5.85 കൊടുക്കും. 5.85 24 കിലോമീറ്റർ ഇതിന് മൈലേജ് കിട്ടും. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. ഓക്കെ. പോളോ ഓഫർ ഉണ്ടോ? പോളോ കൊടുത്തു കഴിഞ്ഞു. കച്ചവടമായി കഴിഞ്ഞു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഡിസയർ ഏതാ മോഡൽ വരുന്നത്? ഇത് ഡിസയർ ZXi ആണ്. 2018 മോഡല്. 2018 ZXi. ഓണർഷിപ്പ്? ഓണർഷിപ്പ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്ററോ? 93,000. റീപ്ലേസ് ഒന്നുമില്ല. ഫൈനൽ പ്രൈസ് എത്ര? ഇത് 5.85 ഫുൾ ലോൺ ഇട്ട് കൊടുക്കും. 5.85 ഫുൾ ലോൺ ചെയ്ത് കൊടുക്കും. ഓക്കെ. ഈ സ്വിഫ്റ്റോ? അത് 2019 മോഡല്. 2019 പെട്രോൾ അല്ല, VD ആണ്. ഡീസൽ വണ്ടിയാണ്. ലാസ്റ്റ് വണ്ടിയാണ്. ഓക്കെ. ലാസ്റ്റ് 1 രൂപ സംതിങ്ങിന്റെ എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ഉള്ള കേട്ടോ. ഓണർഷിപ്പ്? ഇത് സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്ററോ? 1.10 കമ്പനി സർവീസ്. റീപ്ലേസ് എന്താണോ? റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനലി നമുക്ക് 6.35 ചോദിക്കണം. മാക്സിമം കുറച്ച് കൊടുക്കാം. എത്ര കൊടുക്കും? നമുക്ക് 6 രൂപ കൊടുത്തേക്കാം. 6 ലക്ഷം രൂപ. 6 ലക്ഷം മാക്സിമം 2019 ഡീസൽ. സംതിങ് എക്സ്ട്രാ ഫിറ്റിംഗ്സ് തന്നെ ഉണ്ട് കേട്ടോ. 4 യോക്കോമോറ ടയർ, അലോയ് മ്യൂസിക് സിസ്റ്റം, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നും ചെയ്യണ്ട, വണ്ടി എടുത്തിട്ടുണ്ടായാൽ മതി. ഓക്കെ. ഇന്നോവ ഏതാ മോഡൽ വരുന്നത്? ഇതാകുമ്പോൾ 2012 ഒറിജിനൽ കേരള ഇന്നോവയാണ്. G4 അല്ല, V ആണ് V വേരിയന്റ്. ഓക്കെ. 7 സീറ്റ് വണ്ടി. ഗ്ലാസിന്റെ മോഡൽ ചെറിയൊരു ക്രാക്ക് അത് നമുക്ക് മാറ്റി കൊടുക്കാം. ഗ്ലാസ് മാറ്റി കൊടുക്കാം. എത്ര ഫൈനൽ പ്രൈസ് എത്ര? ഒന്നുമില്ല. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 7.95. ഒറിജിനൽ കേരള V വേരിയന്റ്. ഓക്കെ. ഇത് തന്നെ 2012 തന്നെ റീ വണ്ടിയാണ്. V വേരിയന്റ് വന്നത്. V ആണ്. ഓണർഷിപ്പ്? ഇതും സെക്കൻഡ് ഓണറോ തേർഡോ സെക്കൻഡോ അങ്ങനെ ഉണ്ട്. 7 സീറ്റ്. റീപ്ലേസ് എന്താണോ? ഇതിന് റീപ്ലേസോ കാര്യങ്ങളൊന്നും. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇതാകുമ്പോൾ നമുക്കൊരു 6.85 കൊടുക്കും. 6.85. ഓക്കെ. ഈ ഇന്നോവ? അത് 2015. റിയാണോ കേരള? റീ വണ്ടിയാണ്. G4 ആണ്. ഓണർഷിപ്പ്?
ഇത് സെക്കൻഡ് ഓണർ കിലോമീറ്റർ എന്റെ പേരിലോട്ട് മാറ്റിയേക്കണ കിലോമീറ്റർ 1.3 1.4 ഇത് 8 സീറ്റർ ആണോ വരുന്നത് 8 സീറ്റ് റീപ്ലേസ് എന്താണോ റീപ്ലേസോ കാര്യങ്ങളൊന്നും ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്ക് 8.35 8.35 മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക 7 രൂപ വരെയൊക്കെ ലോണും കയറും ഓക്കെ ഈ ഒരു i20യോ ഇത് 2019 ഡീസൽ i20 ആസ്റ്റേ കേട്ടോ അല്ല മാഗ്നയാണ് മാഗ്ന ഓക്കെ ഓൺഷിപ്പ് ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ് 1,00,000 കിലോമീറ്റർ കമ്പനി സർവീസ് ആണ് മേജർ സർവീസ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കുന്ന വണ്ടിയാണ് റീപ്ലേസോ കാര്യങ്ങളോ ഫ്ലഡോ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 5.85 ഫുൾ ഓൺ കൊടുക്കാം 5.85 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഓക്കെ ഈ ഒരു i20യോ ഇത് 2018 i20 ആസ്റ്റ പെട്രോൾ വണ്ടിയാണ് കേട്ടോ ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ 72,000 കിലോമീറ്റർ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ ഇത് നമുക്ക് ഒരു 5.85 കൊടുക്കാം 5.85 കൊടുക്കാം മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം മാക്സിമം ലോൺ ചെയ്ത് ഓക്കെ ഈ ഒരു i20യോ ആകുമ്പോൾ 2015 i20 ആസ്റ്റ ആണ് കേട്ടോ ഡീസൽ പെട്രോളോ ഡീസൽ അല്ല പെട്രോൾ വണ്ടി ഓൺഷിപ്പ് സിംഗിൾ ഓണർ ആണ് കിലോമീറ്ററോ ഇതാവുന്ന നേരത്ത് 72,000 കിലോമീറ്റർ റീപ്ലേസ് എന്താണോ റീപ്ലേസ് ഈ ബോണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഓക്കെ ലാസ്റ്റ് ഫൈനൽ പ്രൈസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ആയിട്ട് റീപ്ലേസ് ചെയ്തല്ല കേട്ടോ ഓക്കെ ലാസ്റ്റ് ഫൈനൽ ഇതാകുമ്പോൾ നമുക്ക് 4.35 ലാസ്റ്റ് 4.35 ലാസ്റ്റ് ഫൈനൽ ആയിട്ട് കൊടുക്കാം ഓക്കെ ഈ ഒരു i20യോ അതും 2017 i20 2017 i20 ഡീസൽ പെട്രോളോ പെട്രോൾ വണ്ടിയാണ് പെട്രോൾ ഓൺഷിപ്പ് ഇതിന്റെ സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്ററോ 53,000 കിലോമീറ്റർ റീപ്ലേസ് എന്താണോ റീപ്ലേസ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇതാകുമ്പോൾ 4.3 രൂപക്ക് ഫുൾ ഓൺ 4.4 ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മ മുകളിൽ കയറിയാലോ സ്വിഫ്റ്റ് ഒക്കെ അറ്റാച്ച് നല്ലോണം ഉണ്ടല്ലോ ഉണ്ട് ഈ സ്വിഫ്റ്റ് ഏതാ റെഡ് ഏതാ മുകളിൽ റെഡ് 2018 2012 ഡീസൽ പെട്രോളോ പെട്രോൾ വണ്ടി പെട്രോൾ ഓൺ ഇട്ട് കൊടുക്കാം കേട്ടോ 4 രൂപ കൊടുത്തേക്കാം നമുക്ക് എങ്ങനെ 4,50,000 രൂപ കൊടുക്കാം 4.50 2012 വണ്ടി 2012 ഡീസലോ ഡീസൽ അല്ല പെട്രോൾ വണ്ടി പെട്രോൾ ഓൺഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി കിലോമീറ്റർ 1,00,000 കിലോമീറ്റർ കമ്പനി സർവീസ് റീപ്ലേസ് എന്താണോ റീപ്ലേസ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനലി ഇത് 4 രൂപ കൊടുക്കാം 4,50,000 രൂപ ഓപ്ഷൻ ഏതാ LXI ഓക്കെ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം ഫുൾ ഓൺ ഇട്ട് കൊടുക്കാം ആ സ്വിഫ്റ്റോ ഇത് 2021 സ്വിഫ്റ്റ് ആണ് വെറും 10,000 കിലോമീറ്റർ പോയിട്ടുള്ളൂ കേട്ടോ സിംഗിൾ ഓണർ വണ്ടി 10,000 2018 2021 ഓൺഷിപ്പ് സിംഗിൾ ഓണർ കിലോമീറ്റർ 10,000 റീപ്ലേസ് എന്താണോ ഒന്നുമില്ല ലാസ്റ്റ് ഫൈനലി 5.65 ലാസ്റ്റ് കൊടുക്കാം 5.65 ലാസ്റ്റ് ഫൈനൽ കൊടുക്കാം ഓക്കെ ആ സ്വിഫ്റ്റോ അത് 2016 പെട്രോളോ ഡീസലോ ഇത് പെട്രോൾ ഓൺഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്ററോ ഇതിന്റെ ഒരു സെക്കൻഡ് നോക്കട്ടെ 61,000 കിലോമീറ്റർ റീപ്ലേസ് എന്താണോ റീപ്ലേസ് കാര്യങ്ങളൊന്നും ലാസ്റ്റ് ഫൈനലി ഇതിന്റെ ഒരെണ്ണത്തിന്റെ ബോണ്ട് റീപ്ലേസ് ഉണ്ട് ഇതാണോ നോക്കിട്ട് ലാസ്റ്റ് ഫൈനലി ഇതാകുമ്പോൾ നമുക്ക് 4 രൂപ കൊടുക്കാം 4 രൂപയ്ക്ക് 4 രൂപ കൊടുക്കാം ഓക്കെ ഇതോ അത് 2016 VXI തന്നെ എത്ര അത് 4 രൂപ കൊടുക്കാം 4 കൊടുക്കാം ആ സ്വിഫ്റ്റ് റെഡിന്റെ അപ്പുറമുള്ള ഈ സ്വിഫ്റ്റ് അത് 2016 VDI 2016 ഡീസൽ വണ്ടി ഓൺഷിപ്പ് അത് സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്ററോ ഇത് 1 രൂപ കമ്പനി സർവീസ് റീപ്ലേസ് എന്താണോ ഇല്ല റീപ്ലേസോ കാര്യങ്ങളോ ലാസ്റ്റ് ഫൈനലി ഇത് നമുക്ക് 4 രൂപ കൊടുക്കാം 4 രൂപയ്ക്ക് 2016 ഓക്കെ ഈ ഡീസലോ അത് 2014 എത്ര അതും സിംഗിൾ ഓണർ വണ്ടിയാണ് ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു 3.85 2014 ഓക്കെ ഈ ഒരു സ്വിഫ്റ്റോ ഒരു മിനിറ്റ് ഇത് മാറിപ്പോയി 2019 VXI ഓപ്ഷനില്ല 2019 അല്ല 2017 VXI ഓപ്ഷനിൽ 2017 VXI ഓപ്ഷനിൽ ഓൺഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി 61,000 കിലോമീറ്റർ ഇല്ല റീപ്ലേസ് ഒന്നും ലാസ്റ്റ് ഫൈനലി ഇതാകുമ്പോൾ 4.95 കൊടുക്കും 4.95 കൊടുക്കുക 2019 19 ഇല്ല 17 2017 ഷേപ്പ് വരും ഓക്കെ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഇതാ ഞാൻ പറഞ്ഞ 14 വണ്ടി 2014 ഓൺഷിപ്പ് ഇതും സിംഗിൾ സെക്കൻഡ് ഓണർ വണ്ടിയാണ് കിലോമീറ്ററോ ഇതാകുമ്പോ ഒരു സെക്കൻഡ് കിലോമീറ്റർ ഇതിന്റെ 1,00,000 എടുത്താണ്ടാന്ന് തോന്നുന്നു ഇല്ല ഇതാകുമ്പോ നമുക്ക് 3.85 കൊടുക്കാം കിലോമീറ്റർ ഉണ്ടോ കിലോമീറ്റർ ഉണ്ട് എത്ര 85,000 ഒന്നും റീപ്ലേസ് ഒന്നുമില്ല 3.85 കൊടുക്കാം ഓക്കെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഐറ്റം ഏതാ ഇത് 2015 മോഡല് 2015 ഓൺഷിപ്പ് 15 അല്ല 17 കേട്ടോ അപ്പുറത്ത് എടുക്കണം ഈ 17 സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്ററോ കിലോമീറ്റർ 60 ആ റേഞ്ച് റീപ്ലേസ് കാര്യങ്ങൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 3.75 കൊടുക്കാം ഈ ഒരു ഇയോണോ ഇത് 2015 ഏതാ ഓപ്ഷൻ വരുന്നത് എറാ പ്ലസ് ഓൺഷിപ്പ് ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ ആണ് കിലോമീറ്ററോ 40,000 കിലോമീറ്റർ റീപ്ലേസ് ഒന്നുമില്ല ലാസ്റ്റ് ഫൈനലി 1.95 കൊടുക്കാം ഈ ഒരു ഐറ്റനോ ഇത് 2018 ഗ്രാൻഡ് ഐറ്റൻ ഓൺഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ് കിലോമീറ്ററോ കിലോമീറ്റർ 90 കിലോമീറ്റർ ആണ് ഇല്ല റീപ്ലേസ് ഇത് നമുക്ക് 4 രൂപ കൊടുക്കാം 4 രൂപ കൊടുക്കാം ഈ സ്കോർപിയോ അത് 2005 എത്ര കൊടുക്കാം നമുക്ക് 1 രൂപ കൊടുക്കാം 1.5 കൊടുക്കാം ഇത് 2018 മോഡൽ വാഗണർ CNG വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് 78,000 കിലോമീറ്റർ കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ളതാണ് ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതാകുമ്പോൾ നമുക്ക് 4.35 കൊടുക്കാം ഈ വാഗണറോ ഇത് 2018 മോഡൽ വാഗണർ VXI ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് 72,000 കിലോമീറ്റർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല ഫൈനൽ പ്രൈസ് ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 4.10 കൊടുക്കാം ഈ ഒരു സെലേരിയോ 2019 ഓട്ടോമാറ്റിക് ആണ് കേട്ടോ ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ ആണ് കിലോമീറ്ററോ
85 കിലോമീറ്റർ ആണ്. റീപ്ലേസ് എന്താണോ? റീപ്ലേസ് കാര്യങ്ങളൊന്നും ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇത് നമുക്ക് 4.25 രൂപ ഫുൾ ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഇയോൺ 2018 മോഡൽ ഇയോൺ 22,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. എറാ പ്ലസ് ആണ്, സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസ് എന്താണോ? ആക്സിഡന്റ് റീപ്ലേസ് ഓഫ് ഫ്ലഡ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ നമുക്ക് 2.5 രൂപ കൊടുക്കാം. 2,45,000 രൂപ കൊടുക്കാം. 2,45,000. ഈ സ്വിഫ്റ്റോ? ഇത് 2014 ZDI ആണ്. ഡിസയർ. ഇതും 1,16,000 കിലോമീറ്റർ ആണ്. കമ്പനി സർവീസ് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ആക്സിഡന്റോ റീപ്ലേസ് ഓഫ് ഫ്ലഡോ ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇത് നമ്മൾക്ക് ഒരു 4 രൂപ ചോദിക്കണം. എന്തെങ്കിലും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കൊടുക്കാം. 4 രൂപ ചോദിക്കുന്നത് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എന്തായാലും കൊടുക്കും. ആ ഒരു ഡിസൈറോ? ഇത് 2013 മോഡൽ ഡിസൈർ ആണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. വേറെ ആക്സിഡന്റോ റീപ്ലേസ് ഓഫ് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇതാകുമ്പോ നമുക്ക് ഒരു 3,60 ചോദിക്കണം. കുറച്ച് കൊടുക്കാം. ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം 3 രൂപ എന്തായാലും ലോൺ കയറും. എത്തിയോസ് 2012. ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. ഡീസൽ വണ്ടി. ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? ഇത് 1.60, 1.34 അങ്ങനെ ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് 3,500 രൂപ കൊടുക്കാം. 3,00,000 രൂപ. ഹോണ്ട അമേസ് 2013 മോഡല്. ഓൺഷിപ്പ് സിംഗിൾ ഓണർ വണ്ടി. പെട്രോൾ വണ്ടിയാണ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 3.35 കൊടുക്കാം. അടുത്ത ഷോറൂമിലേക്ക് പോവാ, അവിടെ ഒരു ഓഫർ ഉണ്ട്, അങ്ങോട്ട് വിടാം. ബ്രോ, ഈ ഒരു ഡീറ്റെയിൽസ്. ഇത് 2011 മോഡൽ LXI വണ്ടിയാണ്. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 75,000 കിലോമീറ്റർ. ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല. വെറും 2,10,000 രൂപ കൊടുത്തേക്കാം. 2,10 കൊടുത്തേക്കാം. ഫുൾ ലോൺ കയറിയല്ല. 2011 അല്ലേ, ഒരു 1.5 രൂപ വരെയൊക്കെ ലോൺ കയറും. ഇത് 2016 മോഡൽ ഇയോൺ എറാ പ്ലസ് കേട്ടോ. സിംഗിൾ സെക്കൻഡ് ഓണർ വണ്ടി. കിലോമീറ്റർ ലോ കിലോമീറ്റർ ആണ്. 60 റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. നമുക്കൊരു 2.15. 2016. ഇത് CNG വണ്ടിയാണ്. നമ്മുടെ അപ്പുറത്തെ ഷോറൂമുകളിൽ വേറെ CNG വണ്ടികൾ കിടപ്പുണ്ട് കേട്ടോ. ഇത് 2019 മോഡൽ വണ്ടിയാണ്. 40,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ആണ്. പിന്നെ അപ്പുറത്തെ 2020, 2021 ഒക്കെ CNG വണ്ടി ആൾട്ടോ കിടപ്പുണ്ട്. ഇതൊക്കെ ആവുമ്പോ നമുക്കൊരു 3.35 വരാം. 2019 മോഡല്. ഈ ഒരു ഈക്കോ ഏതാ മോഡൽ വരുന്നത്? ഈക്കോ 2015 മോഡല്. 2015. AC ആണോ? സെക്കൻഡ് ഓണർ വണ്ടി. AC വണ്ടിയാണ്. കിലോമീറ്ററോ? കിലോമീറ്റർ എത്രയാ? 62 അങ്ങനെ 62,000 കിലോമീറ്റർ. റീപ്ലേസോ കാര്യങ്ങളൊന്നും. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു 3.15 കൊടുക്കാം. 3.15 കൊടുക്കാം. ഈ ഡിസൈറോ? ഡിസൈർ സ്വിഫ്റ്റ് കേട്ടോ. സ്വിഫ്റ്റ് ഏതാ മോഡല്? 2015. ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. അല്ല, സിംഗിൾ ഓണർ വണ്ടിയാണ്. 82,000 കിലോമീറ്റർ. റീപ്ലേസ് കാര്യങ്ങളൊന്നും. ഈ ലൈറ്റ് അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ ആവുമ്പോ നമുക്ക് ഒരു 3,000 രൂപ കൊടുത്തേക്കാം. 3,400 കൊടുക്കാം. ഓൾഡ് മോഡൽ ബൊലേറോ. പിന്നെ അല്ല, 2013 മോഡല്. 2013 മോഡല്. കാര്യങ്ങളൊക്കെ ഇതായി കയറ്റിയിട്ടുള്ള കേട്ടോ. കുറെ പണി അവർ ഇതായിട്ട് എടുത്തിട്ടുള്ള. ലാസ്റ്റ് ഫൈനൽ എത്ര? 2.95. 2013 മോഡൽ. ഏതാ ഓപ്ഷൻ വരുന്നത്? SLX. ഓക്കെ. ലോൺ കയറൂല്ലേ? ലോൺ കയറും. ഓക്കെ. സ്കോർപിയോ ഏതാ മോഡല്? ഇത് 2013 മോഡല്. 2013 മോഡല്. എംഹോക്ക് വണ്ടി കേട്ടോ. എംഹോക്ക് ആണ്. ഓൺഷിപ്പ്? ഇതും സെക്കൻഡ് ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 1.40 കമ്പനി സർവീസ്. റീപ്ലേസ് കാര്യങ്ങളൊന്നും. ഇതൊക്കെ ആവുമ്പോ 4.85. ഈ ഒരു ആൾട്ടോ 2010 ആൾട്ടോ എത്ര ചോദിക്കുന്നത്? LXI ആണ്. 70,000 കിലോമീറ്റർ പോയിട്ടുള്ള അലവില് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ചെറിയ വില എത്ര? 1 രൂപ കൊടുത്തേക്കാം. 1,00,000 രൂപയ്ക്ക് 2010 ആൾട്ടോ. ഈ ആൾട്ടോ എണ്ണൂറോ? അത് 2017. ഓൺഷിപ്പ്? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 77,000. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇതൊക്കെ ആവുമ്പോ നമുക്ക് ഒരു 2.35 കൊടുക്കാം. ഫൈനൽ 2.15 കൊടുക്കാം. ഓക്കെ. ഈ ഒരു ഐറ്റണോ? ഇത് 2018 ഗ്രാൻഡ് ഐറ്റൺ ആണ് കേട്ടോ. 67,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടിയാണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നും. ഇത് നമുക്ക് ഫുൾ ഫിനാൻസ് ഇട്ട് നമുക്ക് ഒരു 3.25 രൂപ കൊടുത്തത്. 3.25 ഫുൾ ഫിനാൻസ്. മൈക്ര ഓട്ടോമാറ്റിക് വണ്ടിയാണ്. VTVT എഞ്ചിനാണ്. 2018 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്ററോ? 77,000 കിലോമീറ്റർ. റീപ്ലേസോ കാര്യങ്ങളൊന്നും. ലാസ്റ്റ് ഫൈനൽ ഇതാകുമ്പോൾ നമുക്ക് 4 രൂപ കൊടുത്തത്. 4,00,000 രൂപ. ഇത് 2015 മോഡൽ സ്വിഫ്റ്റ്. VXI ആണ്. പെട്രോൾ വണ്ടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 1 സംതിങ് ഓടിയിട്ടുണ്ട്. റീപ്ലേസോ കാര്യങ്ങളൊന്നും. 3.85 കൊടുക്കാം. 3.85 കൊടുക്കുക. 2015. അത് വെറാ പ്ലസ് ആണ്. ഓണർഷിപ്പ്? ഇതിന്റെ സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്ററോ? ഇത് 15 അല്ല, ഇത് 11 കേട്ടോ. 11. കിലോമീറ്റർ 72,000 കിലോമീറ്റർ. നല്ല വൃത്തിയുള്ള വണ്ടിയാണല്ലോ. അതെ. റീപ്ലേസോ കാര്യങ്ങളോ. ഇതൊക്കെ ആവുമ്പോ നമുക്ക് ഒരു 1.65. ഈ ഒരു
ഇത് 2017 മോഡല്. എത്ര വയ്ക്കുന്നത്? ഇത് നമുക്ക് 2.35 കൊടുക്കാം. ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. കിലോമീറ്ററോ? 62,000 കിലോമീറ്റർ. എന്താണോ റീപ്ലേസ് ഒന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ 2.35. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ബീറ്റ് ഡീസൽ വണ്ടി തന്നെയാ കേട്ടോ. ബീറ്റ് ഡീസൽ. ഓൺഷിപ്പ്? ഇത് സെക്കൻഡ് ഓണർ. ഏതാ മോഡൽ പറഞ്ഞത്? 2013 ഡീസൽ. 2013 ഡീസൽ. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് എത്ര? നമുക്കൊരു 1.30 കൊടുക്കാം. കിലോമീറ്ററോ? കിലോമീറ്റർ 89,000 കിലോമീറ്റർ. ഓക്കെ, ഈ ഒരു വാഗണറോ? ഇത് വാഗണർ 2016 മോഡൽ. 2016 മോഡൽ 17 വാഗണർ. ഓൺഷിപ്പ്? ഓൺഷിപ്പ് സിംഗിൾ ഓണർ വണ്ടിയാണ്. 78,000 കിലോമീറ്റർ. ഫുള്ള് കമ്പനി സർവീസ്. റീപ്ലേസ് ഈ ബോണ്ട് റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായിട്ടുള്ളതാണ്. 8 കൊല്ലം മുമ്പ് തന്നെ ആ കസ്റ്റമർ തന്നെ എന്നിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് നമുക്ക് 3.45 കൊടുക്കാം. 3.45 2012. ഓക്കെ, ഈ ഒരു ബീറ്റ് ഏതാ മോഡൽ? ഇത് 2012 മോഡൽ ബീറ്റ് ആണ് കേട്ടോ. ഇതും ഡീസൽ വണ്ടിയാണ്. ഓൺഷിപ്പ്? ഓൺഷിപ്പ് സെക്കൻഡ്. കിലോമീറ്ററോ? കിലോമീറ്റർ 97,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നും. ഇത് നമുക്കൊരു 1.20 ആ റേഞ്ചിന് കൊടുക്കും. ഈ വാഗണറോ? ഈ വാഗണർ 2013 മോഡൽ. 2013 വാഗണർ. ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ ആണ്. കിലോമീറ്ററോ? സെക്കൻഡോ തേർഡോ ആണ്. ഇത് 70,000 കിലോമീറ്റർ. റീപ്ലേസ് ഒന്നുമില്ല. ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു 2.5 കൊടുക്കാം. 2.60. i20യോ? അത് 2017 മോഡൽ. 2017 i20. ഡീസലോ പെട്രോളോ? പെട്രോൾ വണ്ടി. ഓൺഷിപ്പ്? സിംഗിൾ ഓണർ വണ്ടിയാണ്. കിലോമീറ്ററോ? ഇതിന്റെ 67,000 കിലോമീറ്റർ. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്കൊരു 4.85 റേഞ്ച്. 4,55,000 മാക്സിമം ഓൺ ചെയ്തു. ഫുൾ ഓൺ ഇട്ട് കൊടുക്കാം. ഈ റിഡ്സോ? ഇത് 2015 LD ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി. ഓൺഷിപ്പ്? ഓൺഷിപ്പ് സെക്കൻഡ് ഓണർ. കിലോമീറ്ററോ? കിലോമീറ്റർ 1.5 ഓടിയിട്ടുണ്ട്. റീപ്ലേസോ കാര്യങ്ങളൊന്നും. ലാസ്റ്റ് ഫൈനൽ പ്രൈസ് നമുക്ക് ലാസ്റ്റ് ഒരു 3,000 രൂപ കൊടുത്തു. 3.5. ഈ ഒരു സ്വിഫ്റ്റോ? ഇത് 2011 മോഡൽ ഡീസൽ വണ്ടി തന്നെ. സ്വിഫ്റ്റ് 11. ഫുൾ ഓപ്ഷൻ വണ്ടി. ഡീസൽ. എത്ര വയ്ക്കുന്നത്? ഇത് നമുക്ക് 2.5 രൂപ കൊടുത്തേ. 2.5 ലക്ഷം രൂപ. 2015 പക്കാ ക്വാളിറ്റി വണ്ടി. ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നുമില്ല. ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഈ സ്വിഫ്റ്റോ? ഇത് 2007 സ്വിഫ്റ്റ്. ഇത് പക്കാ ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. 27 വരെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ഇത് നമുക്ക് 1.65 കൊടുത്തേക്കാം. 2027 വരെ പേപ്പർ ഉള്ളത്. ഈ വാഗണറോ? ഈ വാഗണർ 2012 ക്വാളിറ്റി വണ്ടിയാണ് കേട്ടോ. ഓൺഷിപ്പ്? ഇതും സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 62,000 കിലോമീറ്റർ. റീപ്ലേസോ കാര്യങ്ങളൊന്നും. ഇതൊക്കെ ആകുമ്പോൾ നമുക്കൊരു 82,000 കിലോമീറ്റർ ആണ് പോയിട്ടുണ്ട്. 2.35. ഇനി ഒരു സാധനം എപ്പോഴും കിട്ടൂല, ഇടക്കിടക്ക് കിട്ടുന്ന ഒരു സാധനമാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബസ് ഇട്ടിട്ട് പോയില്ലല്ലോ. ഓക്കെ, ഈ ഒരു ഇതേതാ മോഡൽ വരുന്നത്? ട്രാവൽ? അത് 2014 ബസ്. ഇതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ എനിക്ക് 49 സീറ്റ് വണ്ടിയാണ്. AC ഓപ്ഷൻ ആണ് എന്ന് പറയാൻ നേരത്ത് നമുക്ക് 26 രൂപ കൊടുത്തേക്കാം. 26 ലക്ഷം രൂപ. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല അല്ലേ? അപ്പൊ എന്തായാലും നമ്മളെ കറക്റ്റ് സ്പോട്ടോടെ വരുന്നത് നമ്മുടെ തലയോലപ്പറമ്പ് കോട്ടയം എറണാകുളം റൂട്ടില് മധ്യഭാഗത്തായിട്ട് വരും. 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ 3 ഷോറൂം വരുന്നുണ്ട്. ഒന്ന് ടാക്സിക്കായിട്ട് വേണ്ടിയിട്ട്, ഒന്ന് ഹെവി വണ്ടി, ഒന്ന് നോർമൽ വണ്ടി. പല കാറ്റഗറിയിലും പല വണ്ടികളും ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് കോട്ടയം റൂട്ടിൽ റൈറ്റും ലെഫ്റ്റ് ആയിട്ട് 1/2 കിലോമീറ്റർ വന്നാൽ മതി. തലയോലപ്പറമ്പ് ഒരു മിനിറ്റ്. എറണാകുളത്ത് നിന്ന് വരാൻ നേരത്ത് തലയോലപ്പറമ്പ് കഴിഞ്ഞ് ഇത് കോട്ടയം റൂട്ട്. 2 ഷോറൂം നമ്മുടെ ഇവിടെയാണ് ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പുറമായിട്ട് ടാക്സിയുടെയും പ്രൈവറ്റിന്റെ ഉണ്ട്. ഒരെണ്ണം നമ്മുടെ അപ്പുറത്തെ റോട്ടിൽ തന്നെ 1 കിലോമീറ്റർ ചുറ്റളവിലായിട്ടുണ്ട്. സ്ഥലം എന്നു പറഞ്ഞാൽ കോട്ടയം ജില്ലയാണ് നമ്മുടെ വന്നെ. എറണാകുളം കോട്ടയം ബോർഡറാണ്. ഇവിടെ കോട്ടയത്തോട്ട് ഉണ്ട് 40-45 കിലോമീറ്റർ. എറണാകുളത്തോട്ടുണ്ട്. അതുപോലെ ലോകരും വേണം നമുക്ക് കൊടുത്തേക്കട്ടെ ചെറിയ വിലക്ക്. 2010 മോഡൽ വണ്ടി. എത്ര വയ്ക്കുന്നത്? അത് 85 രൂപ കൊടുത്തേക്കാം. 2010 ലോഗന് 85,000 രൂപ കൊടുത്തേക്കാം. എന്തായാലും ഞാൻ അടിയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. വേഗം വിളിച്ചോളൂ, മിസ്സാക്കാൻ നിൽക്കണ്ട.